കേരളീയർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടിയെത്തുന്നത് ഒരു മധുരമാണ്, അതായത് പായസത്തിൻ്റെ മധുരം. സാധാരണ സ്ത്രീകളുടെ ഒരു കുത്തകയാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി മാത്രമേ അവിടെ മുന്നോട്ട് പോകാറുള്ളൂ. ഇന്ന് ഞാൻ ഒരു പായസത്തിൻ്റെ പണിപ്പുരയിലാണ്. ഏത്തക്ക പായസമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കുക. അതാണ് ആദ്യം പഠിച്ചിട്ടുള്ള ഒരു പാചകത്തിൽ ആദ്യം പഠിച്ചിട്ടുള്ള അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഇടാൻ പോകും. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏത്തക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ബ്ലാക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം മിക്സിയിലടിക്കുക. ഇത് അതിനകത്തേക്ക് അങ്ങ് നമ്മൾ ഇടുക. ആഹാ, നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് നല്ലൊരു മണം വരും, നല്ല രസമുള്ളൊരു മണം. ഇതിലേക്ക് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് ഇളക്കുക നന്നായിട്ട്. ഇത് വേവിക്കുന്നത് രണ്ടാം പാലിലാണ്. രണ്ടാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരൽപ്പം മിൽക്ക് മെയ്ഡ് ഒരു ടേസ്റ്റിന് വേണ്ടി. ഒരല്പം ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പായസം ആയതുകൊണ്ടാണ്. മറ്റുള്ളതാണ് ഇപ്പോൾ നമ്മൾ എരിവും പുളിയൊക്കെ എടുത്തങ്ങ് വേറെ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ ഇത് പായസം ആയതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആവും. ഒന്നുകൂടെ നല്ല മണത്തിന് വേണ്ടി ഏലക്കാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിവിടെ റെഡിയാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് മുന്തിരി ചുമ്മാ ഒന്ന് ഇതിനകത്തൊന്ന് ചിക്കിയെടുത്ത് ഇവിടെ പായസത്തിൻ്റെ മണം വരുന്നുണ്ട്. നന്നായി വറുത്തതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് അങ്ങ് നല്ല മണം വരുന്നുണ്ട്. ചുമ്മാ പറയുന്നതല്ല കേട്ടോ. സാധാരണഗതിയിൽ ഉണ്ടായിക്കഴിഞ്ഞ് ബോറാണെങ്കിൽ നക്കി നോക്കിയിട്ട് വാവ് എന്ന് പറയുന്നത് അതല്ല, നന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എങ്കിലും കൂടെ ഞാൻ ഉണ്ടാക്കിയാണെന്ന് പ്രത്യേകം വീട്ടിൽ എല്ലാവരോടും പറയണം. നന്നായിരിക്കും, അസ്സലായി, നല്ല ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പായസമായിരിക്കും.